കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്താൽ ഒരു ഇരുണ്ട വർഷമായിരുന്നു 2024. ഏറ്റവും അധികം കൊലപാതകവും പീഡനവും സൈബർ കുറ്റകൃത്യങ്ങളും കവർച്ചയും നടന്ന നാളുകൾ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 1000-ലധികം കൊലപാതകങ്ങൾ, 2636 ബലാത്സംഗ കേസുകൾ, 4842 മോഷണ കേസുകൾ. ആലപ്പുഴയിലെ ദൃശ്യം മോഡൽ കൊലപാതകങ്ങളും, കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസും, വയനാട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവും നമ്മളേറെ ചർച്ച ചെയ്തതാണ്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം മുന്നിലാണെന്ന അവകാശവാദത്തിൻ്റെ മുനയൊടിക്കുന്നതാണ് വർദ്ധിച്ചു വരുന്ന പീഡന കേസുകൾ. സൈബർ കുറ്റകൃത്യങ്ങളിൽ വെർച്വൽ അറസ്റ്റ് എന്ന വാക്ക് പോലും കേട്ടു തുടങ്ങിയത് 2024-ലാണ്. പോയ വർഷം നാടിനെ നടുക്കിയ കുറ്റകൃത്യങ്ങളും ഈ പകൽ ഞെട്ടലോടെ കേട്ട കേസുകളും ഇഴകീറി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ദൃശ്യം മോഡൽ കൊലപാതകങ്ങളുടെ പരമ്പരയാണ് ആലപ്പുഴ ജില്ലയിൽ പോയ വർഷം അരങ്ങേറിയത്. ഏപ്രിൽ 18-ന് ആലപ്പുഴ പൂങ്കാവിൽ നടന്ന റോസമ്മ കൊലക്കേസ് മുതൽ നവംബറിൽ അമ്പലപ്പുഴയിലുണ്ടായ വിജയലക്ഷ്മി കൊലപാതകം വരെ നീളുന്നു ഞെട്ടിപ്പിക്കുന്ന ആ പരമ്പര. എല്ലാ കൊലപാതകങ്ങൾക്കും സമാന സ്വഭാവം. കൊലയ്ക്ക് ശേഷം മൃതദേഹം രഹസ്യമായി കുഴിച്ചു മൂടി. തെളിവുകൾ നശിപ്പിക്കാനും നിയമത്തിൻ്റെ കണ്ണുകെട്ടാനും തന്ത്രപൂർവമായുള്ള ശ്രമം. നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെയും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. 15 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ കഴിഞ്ഞത് പോലീസിൻ്റെ അന്വേഷണ മികവിനുള്ള ഉദാഹരണം. എല്ലാ കേസുകളിലും പ്രതികളെ വലയിലാക്കാൻ പോലീസിന് സാധിച്ചെങ്കിലും തുടരെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളും പിന്നിലെ ദുരൂഹതകളും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏപ്രിൽ 18-നായിരുന്നു ആദ്യ കൊലപാതകം. കൊല്ലപ്പെട്ടത് പൂങ്കാവ് സ്വദേശി റോസമ്മ, കൊന്നത് സഹോദരൻ ബെന്നി. റോസമ്മയുടെ രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കൊലയ്ക്കു കാരണം. സഹോദരിയെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ബെന്നി മൃതദേഹം അടുക്കളയോട് ചേർന്ന് കുഴിച്ചു മൂടി. റോസമ്മയെ കാണാതായത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിനിടെ ബെന്നി കുറ്റസമ്മതം നടത്തിയതോടെയാണ് കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. ചെന്നിത്തലയിൽ നിന്ന് 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത് ജൂലൈ 2-നാണ്. ഇരമത്തൂർ മീനത്തേതിൽ കലയാണ് കൊല്ലപ്പെട്ടത്. പോലീസിന് ഊമക്കത്ത് ലഭിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്നായിരുന്നു കലയെ കൊലപ്പെടുത്തിയത്. ഇസ്രായേലിലുള്ള അനിൽകുമാറിനെ ഇതുവരെ നാട്ടിലെത്തിക്കാനായിട്ടില്ല. കൊല നടന്ന് വർഷങ്ങളോളം ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാനും നിയമത്തിന്റെ കണ്ണുകെട്ടാനും പ്രതികൾക്കായി. 2 നവജാത ശിശുക്കളും ഈ കാലയളവിൽ ആലപ്പുഴയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ചേർത്തല സ്വദേശിനിയും അവിവാഹിതയുമായ ഡോണ ജോജിയുടെ കുഞ്ഞായിരുന്നു അതിലൊന്ന്. ഡോണ വീട്ടിൽ പ്രസവിച്ച ശേഷം അത് മറച്ചുവെച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് കുറ്റകൃത്യം പുറത്തറിഞ്ഞത്. 4 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം തകഴി കുന്നുമേയിലെ പാടശേഖരത്തിന്റെ ബണ്ടിൽ കുഴിച്ചിട്ട നിലയിൽ ഓഗസ്റ്റ് 11-ന് കണ്ടെത്തി. ഡോണയ്ക്ക് പുറമെ കാമുകൻ തകഴി സ്വദേശി തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് കുന്നുമ്മൽ സ്വദേശി അശോക് ജോസഫ് എന്നിവർ പിന്നീട് അറസ്റ്റിലായി. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയതിന് അമ്മയും കാമുകനും പിടിയിലായത് സെപ്റ്റംബർ 2-നാണ്. പ്രസവശേഷം വീട്ടിലെത്തിയ യുവതി ആശാപ്രവർത്തകയോട് കുഞ്ഞിനെ ദത്തു നൽകിയെന്ന് പറഞ്ഞതോടെയാണ് സംശയം തോന്നി അന്വേഷിച്ചതും കൊലപാതകം പുറത്തറിഞ്ഞതും. ആശയും ആൺസുഹൃത്ത് പല്ലുവേലി സ്വദേശി രതീഷും കേസിൽ അറസ്റ്റിലായി. 5 ദിവസം പ്രായമായ കുഞ്ഞിനെ രതീഷ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സുഭദ്ര കൊലക്കേസാണ് ആലപ്പുഴയെ നടുക്കിയ മറ്റൊരു ദൃശ്യം മോഡൽ കേസ്. എറണാകുളം കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടെ മൃതദേഹം കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ 10-നാണ്. ഇതിന് 1 മാസം മുമ്പ് ഇവരെ കാണാതായിരുന്നു. കലവൂർ കാട്ടൂർ സ്വദേശി മാത്യൂസ്, ഭാര്യ ശർമിള, ഇവരെ സഹായിച്ച കാട്ടൂർ സ്വദേശി റെയ്നോൾ എന്നിവർ കേസിൽ പിടിയിലായി. ശർമിള കൈക്കലാക്കിയ സ്വർണ്ണാഭരണങ്ങൾ
സുഭദ്ര തിരികെ ചോദിച്ചതാണ് കൊലയ്ക്ക് കാരണമായത്. മകളെപ്പോലെ തന്നെ കണ്ട വൃദ്ധയെയാണ് ശർമിള ഭർത്താവിനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയത്. നവംബർ 19-നാണ് കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം അമ്പലപ്പുഴ കരൂരിൽ മറവ് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം അവിടെ തെങ്ങ് നട്ട ആൺസുഹൃത്ത് ജയചന്ദ്രൻ യുവതിയുടെ ഫോൺ എറണാകുളത്തെത്തിച്ച് ബസ്സിൽ ഉപേക്ഷിച്ചു. ബസ് കണ്ടക്ടർ പോലീസിന് കൈമാറിയ ഈ ഫോണാണ് കേസിൽ നിർണായക തെളിവായത്. പ്രതി ജയചന്ദ്രൻ ഇപ്പോൾ ജയിലിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.